Hello friends, welcome to Radha's Food Court and Vlogs. നമ്മുടെ ചാനലിന്റെ പേരിൽ ഒരു ചെറിയ മാറ്റമുണ്ടേ, അത് നോട്ടീസ് ചെയ്യണം. ശരി, ഓക്കെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനലിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് എൻ്റെ ചാനലിനെ പറ്റി പറയുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ചാനലിൽ ഞാൻ പോൾസ് ഒക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളൊക്കെ. അതിൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എന്നും ഉണ്ടാക്കാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. Thank you so much for watching Radhu's Food Court. Let's jump into the recipe. സോ ഇന്ന് ദോശ ഇഡലിയൊക്കെ തിന്ന് എല്ലാവരും ബോറടിച്ചിരിക്കല്ലേ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇന്ന് ഒരു ആലു പൊറോട്ട ആയാലോ. ആലു പൊറോട്ടയ്ക്കായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു 2-3 ഉരുളക്കിഴങ്ങ് എടുത്ത്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു 2-3 വലുതാണെങ്കിൽ ഒരു 2 ആയാലും മതി. എടുത്ത് നമുക്ക് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒരു 3 വിസിലിന് വേവിച്ചെടുക്കാം. നമുക്കൊരു ചെറിയ സവാള കട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പം ഞാൻ ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കൊരു 3 പേർക്ക് ഒരു 2.25 കപ്പ് ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2.25 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഉപ്പ് ഇവ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം എപ്പോഴും ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ 2.25 കപ്പെന്ന് പറഞ്ഞു ഗോതമ്പ് പൊടി. എനിക്കും ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം വേണ്ടി വന്നു മൊത്തമായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ ഗോതമ്പ് പൊടി ഡിപ്പെൻഡൻ്റ് ആണ് വാട്ടർ അബ്സോർബൻസി. അത് കറക്റ്റായിട്ട് നമുക്ക് കുഴച്ച് വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഉപ്പും അതുപോലെ ആവശ്യത്തിന് ചേർത്തോണം. ഇത് വളരെ എന്താ പറയുന്നത്, ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും. ഇത് ഡിന്നറിനും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡിന്നറിനും ഉണ്ടാക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു നേരം ഉണ്ടാക്കാം, എളുപ്പമാണ്. പൊട്ടാറ്റോ വേണമെങ്കിൽ തലേദിവസം രാത്രി നമുക്ക് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ ജോലി എളുപ്പമായി കിട്ടും. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് രണ്ടാമത്തെ കപ്പ് വന്ന് കുറേശ്ശെ ആഡ് ചെയ്ത് കുഴച്ച് എടുക്കുകയായിരുന്നു. ഇനി കുഴച്ചതിന് ശേഷം ഞാൻ 1 സ്പൂണ് നെയ്യ്, വീട്ടിൽ വെണ്ണ ഉരുക്കി ഉണ്ടാക്കിയ നെയ്യാണ്. അതിൻ്റെ റെസിപ്പി വന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇത് ചപ്പാത്തിയുടെ മാവ് കുഴച്ച് കഴിഞ്ഞിട്ട് നെയ്യ് ചേർത്ത് കുഴച്ചാൽ നമുക്ക് മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോഴാണെങ്കിൽ തന്നെ പൊറോട്ടയ്ക്കാണെങ്കിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തിയാണേലും റോട്ടിയാണേലും കിട്ടും. ഇങ്ങനെ നെയ്യ് ലാസ്റ്റ് ചേർത്താൽ ഇതൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഫില്ലിങ്ങിലോട്ട് പോകാം. അതെങ്ങനെ ചെയ്യണം നോക്കാം. നമ്മുടെ പൊട്ടാറ്റോ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ആദ്യം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ചൂട് കാണും. ഇത് നമ്മൾ മാഷ് ചെയ്യുമ്പോൾ നോക്കണം. നിങ്ങൾക്ക് പൊട്ടാറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്തു. ഒരു 1/4 ടീസ്പൂണ് ചാറ്റ് മസാല ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസൂരി മേത്തി, പിന്നെ കുറച്ച് കൊറിയാണ്ടർ പൊടി. ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പച്ചമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്യാവുന്നതാണ്.
കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ എരിവ് അധികം വേണ്ട, എരിവില്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൽ ഓപ്ഷണലായിട്ട് കസൂരി മേത്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മേത്തി ലീവ്സ്, ഫ്രഷ് മേത്തി ലീവ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കൊറിയാണ്ടർ ലീവ്സും കൂടി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യാം. കസൂരി മേത്തി ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സോൾട്ടൊക്കെ ചെയ്ത് നോക്കി, കറക്റ്റാണ്. നമുക്ക് കുഞ്ഞു കുഞ്ഞു പോർഷനായിട്ട് ഉരുളയായിട്ട് എടുത്ത് ഒന്ന് പരത്തിയെടുക്കാം, ചപ്പാത്തി മാതിരി പരത്തിയെടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യോ വെജിറ്റബിൾ ഓയിലോ എന്താണ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇങ്ങനെ പരത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് പരത്തിയെടുത്താൽ നന്നായിട്ട് കിട്ടും. ഞാൻ കുറച്ച് ഡയറ്റ് കോൺഷ്യസ് ആയത് കാരണം കുറച്ച് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ചെറിയൊരു ഉരുള നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒരു കട്ട്ലറ്റിൻ്റെ ഒരു രൂപം എന്ന് പറയാം, നടുക്ക് വെച്ചിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എന്താ പറയുന്നത്, ഫില്ലിങ് വെളിയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് പേടിക്കുകയൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല. ചപ്പാത്തി പോലെ ഒരുപാട് തിന്നല്ലല്ലോ പൊറോട്ട, അപ്പം പിന്നെ ഇത്തിരി തിക്കായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്തിരി തിക്കായിട്ട് തന്നെ വേണം നമുക്ക്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഒണിയൻ കട്ട് ചെയ്ത് വെച്ചത് ചേർത്തിട്ടില്ലായിരുന്നു. ഒണിയൻ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത്. ഇവിടെ ഒരാൾക്ക് ഒണിയൻ ഇഷ്ടമല്ല, അത് കാരണമാണ് ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ടാക്കിയത്. സോ ഇപ്പോൾ ഒണിയൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒണിയൻ മിക്സ് ചെയ്ത് ഫില്ലിംഗ് ആക്കി. ഇനി അത് വെച്ചിട്ട് നമുക്ക് ബാക്കി പൊറോട്ടകൾ ഉണ്ടാക്കി ചുട്ടെടുക്കാം. കല്ല് നന്നായിട്ട് ചൂടായെന്ന് നോക്കിയിട്ട് വേണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുക്കാൻ ശ്രമിക്കുക, അതാണ് നല്ലത്. രണ്ട് സൈഡിലും വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ജനറസ് ആയിട്ട് തടവി കൊടുത്ത് നമുക്ക് രണ്ട് സൈഡും ചുട്ടെടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒനിയൻ ചേർത്തിട്ട് ഉള്ള പൊറോട്ടയാണ്. രണ്ട് പൊറോട്ട. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഒണിയൻ ചേർക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടും പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. രണ്ട് വെറൈറ്റി പൊറോട്ട നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വെറൈറ്റി അല്ലേ, രണ്ടെണ്ണം ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ, ഈസി അല്ലേ. ക്ലോസ് ചെയ്യുന്നൊന്നും പേടിക്കേണ്ട, ഒന്ന് രണ്ട് വട്ടം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാനുള്ള ആ ട്രിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ആദ്യത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്, ആലു പൊറോട്ട. ഇത് തൈര്, കുറച്ച് നാരങ്ങാനീര്, തൈര്, ഒനിയൻ ഒക്കെ ഇട്ട് കഴിക്കാവുന്നതാണ്. പിക്കിൾ ഇഷ്ടമുള്ളവർക്ക് അതും ആഡ് ചെയ്ത് കഴിക്കാം. സോ ഇത് വളരെ ഈസി ആയിട്ട്, കറികളൊന്നും വേണ്ട, ഈസി ആയിട്ട്